ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അമിക്കിൻ വില്ലേജ്. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഇട്ടതിന് ശേഷം എനിക്ക് കുറേ കാരണം അതിൽ നിന്ന് മനസ്സിലായി. കാരണം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ലേ, റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ തന്നെ ആ വീഡിയോ കണ്ടു നോക്കി യൂട്യൂബിൽ കയറിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോഴേക്കും അതിനകത്ത് നമുക്ക് ലെവൽ 4 ഉണ്ടായിരുന്നു ഒരെണ്ണം. ഏതൊരു അമിക്കിനെ പിടിച്ചപ്പോൾ ഫ്ലൂ ഫിറ്റാണ് തോന്നുന്നത്, ഇവനാണ് തോന്നുന്നു. ലെവൽ 4 എന്തോ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ പിടിക്കാണ്ട് ലെവൽ 1 പിടിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഇനി പിടിക്കുമ്പോൾ നമ്മൾ ലെവൽ നോക്കിയിട്ട് പിടിക്കണം. അതുപോലെ തന്നെ നമുക്കിനി നേരെ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ഇത് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ പുതിയ ഏതെങ്കിലും അമിക്കിനുണ്ടെങ്കിൽ അവരെ നമുക്ക് പിടിക്കാം. ഓക്കെ, 14 മറ്റേ അമിഡൈസ് ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് നമുക്കൊരു മിഷൻ പോലെ വന്നിട്ടുണ്ട്, ക്രാഫ്റ്റ് പിക്കാക്സ്. ഇനി ഞാൻ സൈഡിലെ സാധനം വായിക്കുന്നില്ല. ക്രാഫ്റ്റ് സ്കാവഞ്ചർ അങ്ങനെയൊന്നുമില്ല, അതൊന്നും ഞാൻ വായിക്കാൻ പോകില്ല. ജസ്റ്റ് ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യുക. ഇതാണ് സാധനം, പിക്കാക്സ്. അതിന് വുഡും പിന്നെ മെറ്റലും ആണ് വേണ്ടത്. മെറ്റൽ സ്ക്രാപ്പ് പിന്നെ വുഡൻ ലോഗ്. ലെറ്റ്സ് ഗോ. 5 സെക്കൻഡാണ് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ ഫ്ലൂ ഫിറ്റ് അല്ല, സോറി, 2 പേരും വർക്കിനുണ്ടല്ലേ. അമ്പോ, അതെന്തായാലും ഒരു നല്ല കാര്യമാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് 2 പേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് പണി തീരുന്നുണ്ട്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ബൈനവ. ഇത്ര സാധനമുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, പക്ഷേ അൺലോക്ക് ലെവൽ 6. കളക്ട് സം സ്റ്റോൺ. ഓക്കെ, നമുക്കിനി കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. സ്റ്റോൺ കളക്ട് ചെയ്യാനായിട്ട് ഫ്ലൂ ഫിറ്റി ലെവൽ 3 കണ്ട. നമ്മളെ ഉള്ളത് ലെവൽ 4 ആണ്, അല്ല ലെവൽ 1 ആണ്. മിഡൈസ് അതെടുത്തിട്ടുണ്ട്. എവിടെ ഇത്? ലെവൽ 3 ഫ്ലൂ ഫിറ്റി. ഗൈസ്, ഈ ഏരിയയിലൊന്നും നമ്മൾ വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ വേറെ. ഇവനെന്താ സാധനം? അടിയടവനാ. അയ്യോ, എന്നടിയല്ലേ ഇവനടി. ലെവൽ 2 ഒഗ്ലി പഫ്. എന്നടിക്കല്ലേ അവനടി. അയ്യോ, അമ്പു. ഗൈസ്, അമിഡൈസ് പറഞ്ഞിട്ടുണ്ട്, കിട്ടുമായിരിക്കും അല്ലേ, നോക്കാം. 72 കിട്ടി. ഒഗ്ലി പഫ്. അമ്പോ ഗൈസ്, ഞാനിപ്പോൾ പഠിച്ചിട്ടോ, അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വേറൊരു ഒഗ്ലി പഫ്, അവൻ ലെവൽ 1 ആണ്. ഇവൻ നമുക്ക് ആവശ്യമില്ല. ഇവനാണ് ഇപ്പം നമ്മൾ പിടിച്ചത്, ഒഗ്ലി പഫ്. ലെവൽ 2 ആണ്, പവർ 13 ഉള്ളു. പക്ഷേ ഇവൻ ഫിസിക്കൽ. ഈ ഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ അറ്റാക്ക് ആണ്. എനിക്കറിയാൻ പാടില്ല കറക്റ്റായിട്ട്. ഗൈസ്, ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻസിൽ പറഞ്ഞു കേട്ടോ. ഇവൻ ഫയർ ആണെന്ന് എനിക്കറിയാം, അതെനിക്ക് മനസ്സിലായി. ഇവൻ മറ്റേ ലീഫ് ആയിരിക്കുള്ളൂ, എർത്ത്. കാരണം ലീഫിൻ്റെ ചിഹ്നമുള്ള ചുറ്റിനും. പക്ഷെ ഇവർ 3 പേരും ഏതാണെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്ക് തോന്നുന്നത് മറ്റേ എയർ വല്ല സംഭവമൊക്കെ ആയിരിക്കും. ഗൈസ്, നമ്മൾ സ്റ്റോൺ കളക്ട് ചെയ്യുന്നപ്പോഴേക്കും ഈ സംഭവം കിട്ടി. ഇത് സ്റ്റോൺ മൈനാ തോന്നുന്നു. ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ അതെ, ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റോൺ കിട്ടുന്നുണ്ട്. തീർന്നു. 2-3 കൊത്തെല്ലാം ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ, നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബിൽഡിങ്ങിൽ എന്തോ ഒരു പുതിയ ഐറ്റം വന്നത്. നമുക്ക് ഒരു ചെസ്റ്റ് വെക്കണം, പക്ഷെ അതിന് ലെവൽ 6 എന്തോ ആവണം കേട്ടോ. അതാണ് വേറൊരു ടാസ്ക്. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ബേസിലെടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ബിൽഡിംഗ് മോഡ്. അതിനകത്ത് എന്താ ഉള്ളത് നോക്കട്ടെ. ഇതാണ് ജസ്റ്റ് യൂണിവേഴ്സൽ ബോക്സ്. ഗൈസ്, കിട്ടി സാധനം കിട്ടി. അങ്ങനെ സൂം ചെയ്യട്ടെ, ഈ ഒരു മൂലൊക്കെ വെക്കട്ടെ. ഓക്കെ, ഒരെണ്ണം ഇവിടെ വെച്ചേക്കാം അല്ലേ? വെക്കണോ? നമ്മുടെ അത്യാവശ്യം സാധനങ്ങളുണ്ട്, ഒരെണ്ണം ഇവിടെ വെച്ചേക്കാം നമുക്ക്. 2 ഇരിക്കട്ടെ. ഇനി വെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഗൈസ്, നമ്മുടെ ആള് നമ്മൾ വർക്കിന് ഇട്ടേക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ പണിയൊന്നും ചെയ്യണ്ട, അവൻ തന്നെ ചെയ്തോളൂ. നമുക്ക് ഇവനെയും കൂടെ വിട്ടേക്കാം, ഇവനും കൂടെ പണിയെടുക്കട്ടെ. നമ്മൾ ചെയ്യുമ്പോൾ അത് മറ്റേത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്ന് പണി ചെയ്യുമല്ലോ അവൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ടേ അവൻ റൈറ്റിലെ പണി ചെയ്യുള്ളൂ. അവൻ എന്തായാലും അതൊന്ന് ചെയ്യട്ടെ, ഞാനിവിടെ സഹായിക്കാം. ഒറ്റക്ക് പണിയെടുക്കണ്ടേ, നമ്മളങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല അവരെ. ഓക്കെ, ആദ്യത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2ാമത്തെ ഞെക്കട്ടെ. ഇതൊന്നും ഞങ്ങുന്നില്ലല്ലോ. ഓക്കെ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ ചെസ്റ്റ് പണിതിട്ടുണ്ട്. നമ്മൾ സ്റ്റോറേജ് ബോക്സ്, യൂണിവേഴ്സൽ ബോക്സ് എന്നാണ് കേട്ടോ എന്നെ പറയുന്നത്. ഓക്കെ, നമ്മൾ അതെന്തായാലും പണിതിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടി സ്ലോട്ട് സെറ്റായിരുന്നു. ഇതെങ്ങനെ തുറക്കുന്ന സ്ലോട്ട് അൺഅവൈലബിൾ. ബിൽഡ് എ ബെഡ് ടു അൺലോക്ക് മോർ വർക്ക് സ്ലോട്ട്. ഓക്കെ, നമ്മൾ ഓരോ ബെഡ് പണിയുമ്പോൾ ഓരോരുത്തർ നമുക്ക് വർക്കിന് കൊണ്ടുപോകാൻ പറ്റും. ഗൈസ്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അറ്റ് എ ടൈം ഇവിടെ എനിക്ക് ഇങ്ങനെ തുറക്കണമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ നമുക്ക് ഇവൻ്റെ ലൈഫ് പോകുമ്പോൾ അടുത്ത ആളെ നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്തിടാൻ പറ്റും. അതെന്തായാലും ഒരു കില്ലാട് സാധനം കേട്ടോ. ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് മിഷൻ, കളക്ട് ഹീലിംഗ് ഹെർബ്. ഓക്കെ, നമുക്ക് ഹീലിംഗ് ഹെർബ് ഹീൽ ചെയ്യാനുള്ള സംഭവം നമ്മൾ ഇപ്പോഴും ട്യൂട്ടോർ നമ്മൾ കഴിഞ്ഞിട്ടില്ല. അതാണ് മറ്റൊരു സംഭവം. ഇതാണ് ഹീലിംഗ് ഹെർബ്. കളക്ട് ചെയ്ത് നോക്കട്ടെ.
ഓ ഹീലിംഗ് ഹെർബ് ഇതാ കിട്ടി. അപ്പോൾ ഈ ചെടിയാണ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഈ ചെടിയാണ് ഹീലിംഗ് ഹെർബ് ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു ലൊക്കേഷനോട്ട് പോകാൻ വേണ്ടി ഇതിനകത്ത് പോകുമ്പോൾ പിന്നെ എന്തൊക്കെ നമ്മുടെ അമിക്കിൻസ് ഉണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. ലെറ്റ്സ് ഗോ. അതാ ഇത് വേറെ ഏതോ ഏരിയയിലോട്ട് പോകാനാണ് കേട്ടോ. നമ്മൾ പോയി. വിയർ ആൻഡ് ടിയർ കളക്ട് ഫൈബർ ഫ്രം മിറർ വാട്ടർ ലേക്ക്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് കുറച്ചധികം ഫൈബർ നമ്മൾ കളക്ട് ചെയ്യണം. എന്താ ഇവിടെ വേറെ ഏതോ അമിക്കിനുണ്ട്. ടിങ്കിൾ. ഇത് ലെവൽ 1 തന്നെ. ഇവിടെ ഗൈസ് ഇവിടെ ഫുള്ള് ടിങ്കിൾ. അയ്യോ എൻ്റെ ഹെൽത്ത് ഇത് ഭയങ്കര സീനാണ് കേട്ടോ. അവന്മാർ 2 അടി എൻ്റെ ഹെൽത്ത് തീർന്നു. എനിക്ക് കുറച്ചേ ബെറീസ് പറക്കണം. ബെറീസ് പറക്കിയിട്ട് അങ്ങോട്ടേക്ക് പോകാം നമുക്ക്. അല്ലെങ്കിൽ ടാസ്ക്കാണ്. പെട്ടെന്ന് ചാവുന്നു. നമുക്ക് ആർമർ സെറ്റൊന്നും ഇല്ലേ? അതെന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയെങ്കിലും സെറ്റായേനെ. ഗൈസ് ഞാനപ്പോൾ ഒന്ന് വേഗം കുറച്ച് ബെറീസ് ഒന്ന് കളക്ട് ചെയ്യട്ടെ കേട്ടോ. ഇത് ഹീലിംഗ് ഹെർബ്. ഈ ഹീലിംഗ് ഹെർബ് നമ്മളെങ്ങനെ യൂസ് ആക്കുന്ന? അതാ യൂസ്. ഓക്കെ കിട്ടി, സാധനം കിട്ടി. ഹീലിംഗ് ഹെർബ് ഇതാ യൂസ് ആക്കുമ്പോൾ ഹെൽത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സംഭവം ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഹീലിംഗ് ഹെർബ് ഒന്ന് ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ. ഇനി ഫൈബർ കളക്ട് ചെയ്യുക. ഫൈബർ കളക്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇതാ ഇവിടെ ഒരുത്തനുണ്ട്. ഇവനടിയടാ. ഒരെണ്ണിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവനടിയടാ. അടി. ലെറ്റ്സ് ഗോ. അടി. ഇതവൻ തന്നെ, മറ്റേ ലീഫ്. ഓക്കെ, അങ്ങനെ അവൻ കഴിഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനി വീണ്ടും ഹീലിംഗ് ഹെർബ് ഇതാ കിട്ടി. കുറച്ചൊന്ന് ഹീൽ ചെയ്തേക്കാം. എവിടെ യൂസ്. ഹെൽത്ത് ഫുള്ളാണല്ലേ. ഓക്കെ. ഗൈസ് ലാഗ് ആവുന്നുണ്ട് കേട്ടോ. ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ഫൈബർ. അതാ ഗൈസ് വേറൊരുത്തൻ നോക്കി. അയ്യോ ലാഗ്. ഇവനടി. ഇവനെന്താ ഐസാ തോന്നുന്നു കേട്ടോ. ക്യാപ്രി എന്തുകൊണ്ടാണോ അവൻ്റെ പേര്. ഗൈസ് വമ്പനടി. 2 കയറിയിട്ടുണ്ട്. കിട്ടി. എടാ അവനെ കിട്ടിയില്ല. ഇവൻ്റെ മറ്റേ ചത്തുപോയി കേട്ടോ ഗൈസ്. മറ്റേ വേറൊരുത്തനുണ്ടായിരുന്നു, അവൻ ചത്തുപോയി. ക്യാപ്രാലിസ. ഓക്കെ, അവനെന്തായാലും വലിച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും നമ്മുടെ അമിഡേസ് സൗണ്ടൊക്കെ പോകുന്നു. ഓക്കെ, നമ്മളങ്ങനെ അടുത്തൊരു അമിക്കിനെയും കൂടി പിടിച്ചിട്ടുണ്ട്. അവൻ്റെ എന്താന്ന് നോക്കട്ടെ. ഗൈസ് 2 കിട്ടി. അമ്പോ ഇത് ഡി. ഇത് വാട്ടർ പോക്കിമോൻ. ഐസല്ല കേട്ടോ, ഇത് വാട്ടർ പോക്കിമോൻ. എനിക്ക് പോക്കിമോൻ എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പം. മറ്റേതൊക്കെ ഭയങ്കര പാടാണ്. അമിക്കിൻ, അമിഡൈസ്. ഇവനാണ് നെക്സ്റ്റ് പോക്കിമോൻ. നെക്സ്റ്റ് അമിക്കിൻ. കോറാലിപ്പ. കൊള്ളാം. അല്ല ഇവിടെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. വേറെ കുറേ ആൾക്കാരും ഉണ്ട് ഇവിടെ. എന്തായാലും കുറച്ച് ഹീലൊന്നും ചെയ്തേക്കട്ടെ. ഓക്കെ, നമ്മൾ ഹീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഫൈബർ കളക്ട് ചെയ്യലേ നമ്മുടെ പണി ചെയ്തിട്ട് വേഗം പോവുക ഇവിടെ നിന്ന്. ഫൈബർ കളക്ട് ആവുന്നുണ്ട്. ഓക്കെ, ഫൈബർ കളക്ട് ആവുന്നുണ്ട്. വേഗം കളക്ട് ചെയ്തിട്ട് വേഗം പോവാം ഗൈസ്. ഇവിടെ വേറെ ആരും ഉണ്ട്. ഇതേതാ ടൗസുവാ ഗൈസ്. വേറെ പോവും. എൻ്റെ മോനെ, അവൻ്റെ ഒരടിക്ക് ഞാൻ എന്താ ലൈഫ് നോക്കി. എന്തായാലും ഇവനെ എനിക്ക് പിടിക്കണം. ആദ്യം പോയിട്ട് ഫൈബർ കളക്ട് ചെയ്ത് വരാം. ഫൈബർ കളക്ട് ചെയ്ത് ലാസ്റ്റ് ഇവനെ നമുക്ക് പിടിക്കാം. എന്നിട്ട് അവനെ കൂടെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. അവനെന്തായാലും കൊള്ളാം. ഇവിടെ നിന്നപ്പോൾ നമുക്ക് വാട്ടറിൻ്റെ ഒരെണ്ണത്തിന് കിട്ടി. ഞാൻ എന്തോ ഐസാന്ന് വിചാരിച്ചത്. ഇനി ഫൈബർ തന്നെ എവിടെ ഉള്ളത്? അതാ മുന്നോട്ട് പോകുമ്പോൾ ഫൈബർ ഉണ്ട് കേട്ടോ. അതാ ഈ ഒരു ഭാഗത്ത് ഫൈബർ. അതെ ടൊക്കുസു. ഇത് എൻ്റെ അമ്മോ ഗൈസ്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ആ ടൊക്കുസുവിനെ പിടിക്കാം. ഒരു മിനിറ്റ്, ഞാൻ മറ്റേ ബാറ്റ് ഒന്ന് എടുത്ത് വരട്ടെ കേട്ടോ. ഇതിനകത്ത് ഏറ്റവും പവർ ഇത് പവർ 7. പിന്നെ ഇത് എത്ര പവർ? ഇത് പവർ 7, ഇത് പവർ 26. നമ്മുടെ ബാറ്റ് എടുത്ത് വരട്ടെ. ഓക്കെ, ലെറ്റ്സ് ഗോ. വാടാ അവനെ. ചേട്ടാ എന്നാലും ഇവനെ മാറ്റാൻ പറ്റുന്നില്ല എനിക്ക്. അതൊന്നും വല്ലാത്തൊരു ശോകം പരിപാടിയായി പോയില്ലേ. നമുക്കെന്തായാലും ഈ എന്താണ് നമ്മുടെ ടൗസേ എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അവൻ്റെ പേരെന്തായിരുന്നു? ടൗസ്ക്വാ. അവനെ പിടിക്കാം. അയ്യോ അടിയടാ. അല്ല പിന്നെ നമ്മളോടാ കളി. ടൊക്സ്വാ. അയ്യോ എന്നെ അടിക്കാനല്ല, അവനടിക്ക്. ഓക്കെ, നമ്മൾ വലിച്ചിട്ടുണ്ട്. അമിഡൈസ് കിട്ടി. കയറി. യെസ്, ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ ഒരു കൊച്ചുകില്ലാടിയായി. കുറച്ചൊന്ന് ഹീൽ ചെയ്യട്ടെ. ഗെയിം ഇപ്പം വന്ന് സെറ്റായി വന്നിട്ടുണ്ട് എനിക്ക്. ഇതേതാ? ഇവിടെ നമ്മൾ പിടിച്ചല്ലേ.
ഗൈസ് ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോവാം. ഇനിയിപ്പോൾ അധികം പരിപാടിയൊന്നുമില്ല. ഓ മരെ നിർത്തി കണ്ടിരിക്കണം എൻ്റെ മോനെ. ഗൈസ് ഇവന്മാരെന്നെ നിർത്തി കണ്ടിരിക്കണേണ്. ഹീൽ ചെയ്ത് പോവാം. ഗൈസ് നമ്മുടെ വഴി ഇത് എവിടെ ഇരുന്ന് വഴിയൊക്കെ മറന്നുപോയി. കിട്ടി. ഓ അതൊരു വല്ലാത്തൊരു സ്ഥലമായി പോയിട്ടോ. പക്ഷെ അവിടെ നിന്ന് എനിക്ക് കുറേ ആൾക്കാർ കിട്ടി. വേറെ കുറേ നമ്മുടെ അമിക്കിനെ കിട്ടി അവിടെ നിന്ന്. ഓക്കെ ലൂം. അയ്യോ തിരിച്ചോക്കട്ടെ ഇങ്ങനെ നോക്കാം. ഓക്കെ നമ്മൾ ലൂം കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ആളവാടാ പണി. ഓക്കെ നമ്മളങ്ങനെ ഒരു ലൂമ് കൊണ്ടിട്ടുണ്ട്. ഇന്ന് സംഭവം എനിക്കറിയാൻ പാടില്ല ഗൈസ്. എന്തോ ലൂം എന്നൊക്കെ പറഞ്ഞു ക്ലോത്ത്. ഇതിന്നാന്നില്ല നമ്മൾ ക്ലോത്ത് ഉണ്ടാക്കുന്ന എന്താ നോട്ടെ. ഓ യെസ് ഇതിന്നാണ് നമ്മൾ ക്ലോത്ത് ഉണ്ടാക്കുന്ന. നമ്മൾ ഫൈബർ ഇട്ട് കൊടുത്താൽ നമുക്ക് ക്ലോത്ത് കിട്ടും. ഓക്കെ സംഭവം പിടികിട്ടി. ക്രാഫ്റ്റ് ക്ലോത്ത്. ഇപ്പോൾ നമുക്ക് കുറച്ച് ക്ലോത്ത് ക്രാഫ്റ്റ് ചെയ്യണം. 1 2 രണ്ടെണ്ണം മതി. രണ്ടെണ്ണം ക്രാഫ്റ്റ് ചെയ്യാണ് പറഞ്ഞേക്കുന്ന. നമ്മുടെ എക്യുപ്പ് ബെഞ്ച് അങ്ങോട്ട് പണിതേക്കാം. റൊട്ടേറ്റ് ചെയ്യും ഇങ്ങനെ നോക്കാല്ലേ. ഓക്കെ നമ്മുടെ എക്യുപ്പ് ബെഞ്ച് പണിതിട്ടുണ്ട്. ഗൈസ് ഒരു ബാക്ക് പാക്ക് നമ്മൾ പണിയാൻ പോവാണ്. ഗൈസ് ഇതിനകത്ത് ആർമാർക്ക് ഉണ്ട്. ഇതാ അമ്പോ ആർമാർ. ഇതെന്താ സംഭവം? ഇത് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതിനകത്താണ് നമ്മൾ എല്ലാം പണിയേണ്ടത്. അപ്പോൾ നമ്മളൊരു ബാഗ് പണിതിട്ടുണ്ട്. ഓക്കെ നമ്മളൊരു ബാഗ് പണിതിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ സ്റ്റോറേജ് അത് കൂടും തോന്നുന്നു കേട്ടോ. ഒരു മിനിറ്റ് നോക്കട്ടെ. ഓ യെസ് നമുക്ക് ഒരു സ്ലോട്ടും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതിലും വലിയ ബാഗ് പണിതാ ഇതിലും വലിയ സ്ലോട്ട് കിട്ടും അല്ലേ. കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ കിട്ടും. ഓക്കെ ഇതെങ്ങനെ റിപ്പയർ ചെയ്യുന്ന? റിപ്പയറൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ആട്ടെ. ഓക്കെ നമ്മൾ ബെഡ് ഇവിടെ പണിതിട്ടുണ്ട്. അവൻ പണിയുന്നുണ്ടല്ലേ. അവൻ ഭയങ്കര ആത്മാർത്ഥത ഉള്ളതാ. അവൻ വന്നിട്ട് നാക്കുകൊണ്ടാ പണിയുന്ന. അമ്പോ ഇത് ഞാൻ ഇപ്പോഴായിട്ട് ശ്രദ്ധിക്കുന്ന. ഓക്കെ നമുക്കങ്ങനെ ഒരാളും കൂടെ കിട്ടിയിട്ട് നമുക്കിനിപ്പോൾ ഒരാളും കൂടെ നമുക്ക് പണിക്കിടാം. നമുക്കെന്തായാലും ഇവനേതാ വേറെന്തുവാണ് കേട്ടോ. ഇലക്ട്രിക് ഗൈസ് ഇലക്ട്രിക്. ഓ ഇവനാണ് നമ്മൾ നേരത്തെ പിടിച്ചത്. ഇത് ഇലക്ട്രിക് ഇത് വാട്ടർ. നമുക്കിപ്പോൾ കുറേ ആയി കേട്ടോ. ഓ നൈസ്. നമുക്കെന്തായാലും ഇപ്പോൾ 2 ടിങ്കിളില്ല. നമ്മുടെ ലെവൽ 3 ഇത് ലെവൽ 2. നമുക്കെന്തായാലും ഈ ലെവൽ 2 എടുത്ത് ഇതിനകത്തിട്ടേക്കാം ടിങ്കിളിന്. ഓക്കെ ലെവൽ 2 കൂടെ കട്ടിവിടാം. ഓക്കെ നമ്മളങ്ങനെ 2 പേരെ പണിക്കിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് ഇവിടെ ചേർത്തിയാൽ ഇപ്പോൾ അത്യാവശ്യം നമ്മൾ എക്സ്പ്ലോറൊക്കെ ചെയ്ത് അത്യാവശ്യം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെക്കാളും നമ്മുടെ സ്റ്റോറേജ് ബോക്സ് പിന്നെ ഇപ്പോൾ 2 നമ്മുടെ ബെഡ് വെച്ചു. പിന്നെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വിളിച്ച് നിർത്താം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് പിടിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ഇവനെ നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ. നമുക്ക് പണി വന്നപ്പോഴേക്കും ഇവനെ നിങ്ങൾ കണ്ടതാണ്. ഒഗ്ലി പഫ് അത്യാവശ്യം കൊള്ളാം കേട്ടോ. ഒഗ്ലി പഫ്. ഇനി നെക്സ്റ്റ് ആളാരാണ്? ഓക്കെ നെക്സ്റ്റ് ആൾ ദൈവൻ. ദൈവൻ. ഇവൻ്റെ പേരെന്തൊന്നായിരുന്നു? ഇടുമ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇവൻ ലെവൽ 3 വാട്ടർ ലെവൽ 3. എനിക്കൊന്നും ഈ ലെവൽ 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടിയ സാധനം വെക്കൂലേ. ഇതിനെ കുറിച്ച് എന്തായാലും എനിക്ക് പഠിക്കുന്നത്. എനിക്ക് പക്ഷേ കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ആള് കോറാലിപ്പ. ഇവനും അത്യാവശ്യം കൊള്ളാം കേട്ടോ കോറാലിപ്പ. ഇനി നെക്സ്റ്റ് ആളാരായിരുന്നു? ബാക്കി എല്ലാവരും നമ്മൾ കാണിച്ചല്ലേ. യെസ് ബാക്കി എല്ലാവരെയും നമ്മൾ കാണിച്ചാണ് കേട്ടോ ഗൈസ്. ഇവൻ വരുമ്പോഴുള്ള മറ്റേ ആനിമേഷൻ കണ്ട ഇവൻ താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ആനിമേഷൻ നോക്കി എർത്തിൻ്റെ അവിടെ നിന്ന്. എന്തായാലും കൊള്ളാം ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്താണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ അവിടെ മറക്കരുത്. അപ്പോൾ ഇതിലും നല്ലൊരു എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.